Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Second വിശേഷങ്ങള് കുറച്ച് നാളായില്ലേ നമ്മള് കണ്ടിട്ട്. Good afternoon, ma'am. Yes, ma'am. നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. സുഖം. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് വായിച്ചു നോക്കിയിരുന്നാ? അത് മാത്രം മിസ് ഞങ്ങളോട് ചോദിക്കും. Good afternoon. ആണോ? എങ്ങനെയാണോ? അന്നേരം വായിച്ചായിരുന്നു. അന്നേരം വായിച്ച്. ഓക്കെ. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? How good something is. ഓക്കെ. ഒരു കാര്യം എത്രത്തോളം നല്ലതാണോ അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇനി ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യില്ലേ? ഇതൊക്കെയായിരുന്നോ? എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയേ. Beautiful, attractive, durable. Beautiful or attractive, durable, and helpful for money. Meeting standards, healthy, value for money. ഇനി എന്തായിരുന്നു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാല്? എന്താണ്? Rare activities. മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ ആക്ടിവിറ്റികളിലും മെഡിക്കൽ ഫീൽഡ്, നഴ്സിംഗ്, മെഡിക്കൽ, ലബോറട്ടറി ഫീൽഡ്, ഫീൽഡ് അല്ലെ? ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും ബെനിഫിഷ്യറി പേഷ്യന്റ് മേഖലകളിൽ നിന്നും നമ്മൾ കിട്ടുന്ന ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇന്ന് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ് എക്സ്റ്റാൻസ് അല്ലെ? കറക്റ്റ് ടൈമിൽ കൊടുക്കുക, അതുപോലെ തന്നെ കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക, കറക്റ്റ് ആക്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തൊക്കെയായിരുന്നു കമ്പോണൻസ്? ഏതൊക്കെ നമ്മൾ പറഞ്ഞത് കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ആക്സസ്, ടെക്നിക്കൽ കമ്പോണൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്, എഫിഷ്യൻസി, എഫിഷ്യൻസി, Continuity. ഇതൊക്കെ കമ്പോണൻസ് ഉണ്ടല്ലോ. എന്താണ്? Safety, സേഫ്റ്റി, Interpersonal relation. Communication. interpersonal relation, amenities, amenities, ടെക്നിക്കൽ കോമ്പറ്റൻസ് അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയുണ്ടോ? ആക്സസും പറഞ്ഞു, അതുപോലെ തന്നെ ടെക്നിക്കൽ കോമ്പറ്റൻസും പറഞ്ഞു. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രി ഇപ്പോഴാണല്ലേ മറിച്ച് നോക്കണത്. Ability of the individual to obtain health services. Okay. Ability ഹെൽത്ത് സർവീസസ് അല്ലെ? ഒരു ഹെൽത്ത് സർവീസസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സന്റെ എബിലിറ്റി, കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചില്ലേ? 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? Distance, financial, culture, belief, and values. and values. വാല്യൂസ്. ഇനി എന്തായിരുന്നു ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാല്? ഓർമ്മയുണ്ടോ? ക്വാളിറ്റി അസോസിയേറ്റ് എന്ത് വേണം? നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താ വേണ്ടത്? Knowledge and skill. സഫിഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയണേണ്, ഈ ചാപ്റ്റർ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. ഓക്കെ, ഓരോ കാര്യങ്ങളും വായിച്ച് പഠിക്കുക കൃത്യമായിട്ട്, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് എടുക്കാം നമുക്ക്. തേർഡ് കമ്പോണന്റ് എടുത്താലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി തേർഡ് കമ്പോണന്റ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി എന്താ?
വെരി ഗുഡ്. സമത്വം അല്ലെ? ഓക്കെ, അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം. ഇക്വിറ്റി എന്ന് പറഞ്ഞാല് സമത്വം. ഈക്വൽ ആയിട്ട് നമ്മള് ഓരോ പേഴ്സണും എന്ത് കൊടുക്കണം? സർവീസ്, ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാം. ഓക്കെ, നോക്കിക്കോളൂ. Quality services should be provided to all people who are in need of them, to be they poor, children, adults. Page number ഒന്ന് പറഞ്ഞേക്കൂ കേട്ടോ. 40. Quality Management, Chapter 7. Okay. പറയാൻ വിട്ടുപോയതാണ്. എന്താണ്? Quality service should be provided to all people who are in need of them, be they poor, children, adults, all people, pregnant women, disabled, etc. എന്താ പറയുന്നത്? ഇവിടെ നമ്മള് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ ആർക്കൊക്കെയാണ് അല്ലെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ വരുമ്പോ അഡൽട്സ് ആയിക്കോട്ടെ അല്ലെ, മുതിർന്നവരായിക്കോട്ടെ, ചിൽഡ്രൻ ആയിക്കോട്ടെ, പൂവർ അല്ലെ, പൂവർ പീപ്പിൾസ് ആയിക്കോട്ടെ, അതുപോലെ വൃദ്ധര്, പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ തന്നെ ഡിസേബിൾഡ്, വൈകല്യമുള്ളവരായിക്കോട്ടെ, അവർക്കൊക്കെ നമ്മള് ഈക്വൽ ആയിട്ട് വേണം സർവീസുകള് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? Quality service should be made available in all parts of the country, in village, towns and cities. അല്ലെ, വില്ലേജ് ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടൗൺസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഈ വില്ലേജ് ആയാലും സിറ്റി ആയാലും ടൗൺ ആയാലും നല്ല നിലവാരത്തിലുള്ള സേവനങ്ങള് അവിടെ വരുന്ന പീപ്പിൾസിന് അല്ലെങ്കിൽ ക്ലയന്റ്സിന് നമ്മള് കൊടുക്കേണ്ടതാണ്. മനസ്സിലായോ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആയിട്ട് ക്വാളിറ്റി ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ആർക്കും പാർഷ്യാലിറ്റി പാടില്ല. അവിടെ വരുന്ന പുവർ പീപ്പിൾസിനായിക്കോട്ടെ, ചിൽഡ്രൻസിനായാലും, അതുപോലെ അഡൽട്സ് അല്ലെ, വൃദ്ധർക്കായാലും. എന്താണ് ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? ചിലപ്പോ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ മോളെ, ഇതായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് എന്താണ്? ഇക്വിറ്റി ആണ് അല്ലെ, സമത്വം. എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി, ഈക്വൽ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ ആണോ? പറയുന്നത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഇക്വിറ്റിയില്? Chapter Quality Management, Chapter 7. Quality Management. ഇക്വിറ്റി ഒന്നുകൂടിയും പറയാം, ക്ലാസ്സിൽ കയറാൻ ചിലരൊക്കെ വൈകിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടിയും പറയാം കേട്ടോ. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സെക്കൻഡ് കമ്പോണന്റ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. തേർഡ് കമ്പോണന്റ് ആണ് ഇക്വിറ്റി, സമത്വം. സമത്വം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ വരുന്ന പുവർ പീപ്പിൾസ് ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ആയിക്കോട്ടെ, അതുപോലെ അഡൽട്സ് അല്ലെ, മുതിർന്നവരായിക്കോട്ടെ, ഓൾഡ് പീപ്പിള്, വൃദ്ധരായിക്കോട്ടെ, പ്രഗ്നന്റ് വുമൻസ് ആയിക്കോട്ടെ, വൈകല്യമുള്ളവരായിക്കോട്ടെ, അവിടെ വരുന്ന ഏത് പീപ്പിൾസിനായാലും നമ്മള് ക്വാളിറ്റി ഉള്ള സർവീസ് ഈക്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്. മനസ്സിലായല്ലോ? ഇനി ഇക്വിറ്റി കഴിഞ്ഞു. ഇനി ഫോർത്ത് പോയിന്റ് ആണ് എന്ത്? ഇഫക്റ്റീവ്നെസ്. എന്തായിരിക്കും ഇഫക്റ്റീവ്നെസ്? എന്താ മീനിങ് ഇഫക്റ്റീവ്നെസ്സിന്റെ? എന്താ മീനിങ്? ഫലപ്രാപ്തി. ഓക്കെ, ഇഫക്റ്റീവ്നെസ് മീൻസ് ഫലപ്രാപ്തി. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇഫക്റ്റീവ്നെസ് മീൻസ് ഫലപ്രാപ്തി.
We are interested in that type of care that generates positive change in the patient's health or quality of life. We therefore provide treatments that are known to be fruitful. For example, giving a child with diarrhea oral dehydration salt ORS. എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു, അവിടെ രോഗം ഡയഗ്നോസിസ് ചെയ്തു, എന്താണ് രോഗനിർണയം നടത്തി. അതിനു വേണ്ടിയിട്ട് രോഗനിർണയം നടത്തി, രോഗം കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നല്ല രീതിയിൽ ആ പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? രോഗം മാറാൻ വേണ്ടിയിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തു. മനസ്സിലായോ? ഒരു രോഗി വന്നു, അവിടെ രോഗനിർണയം നടത്തി, രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്തു, രോഗം കണ്ടുപിടിച്ചു. അതിനുശേഷം ആ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? അവിടെ രോഗിക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇനി അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ അവിടെ നോക്കിക്കോളൂ, ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ അവിടെ നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ചേഞ്ച് ആവുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, അതിനെയാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അല്ലെ? അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് അവർക്ക് അതിൽ നിന്ന് പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനില് ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ടോ, നിലവാരം ഉണ്ടാകുന്നുണ്ടോ, ഹെൽത്ത് കണ്ടീഷൻ മാറുന്നുണ്ടോ, ചേഞ്ച് ആവുന്നുണ്ടോ എന്നതാണ് ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നു, ആ ഹോസ്പിറ്റലില് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് ആ രോഗിക്ക് അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ചേഞ്ച് ആകുന്നുണ്ടോ, എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ആ രോഗിയുടെ രോഗം കുറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റോ? ഇല്ല. എന്താ ആരൊന്നും ഇണ്ടാത്തെ? ഉണ്ടല്ലേ? നമുക്ക് പറയാൻ പറ്റില്ലേ? ഓക്കെ. അപ്പൊ അവിടെ എക്സാമ്പിൾ നോക്കിയേ. ഡയറിയ വന്ന ഒരു കുട്ടിക്ക് ORS കൊടുക്കുന്നു അല്ലെ? അപ്പൊ എന്താണ്? അത് കൊടുത്തു കഴിഞ്ഞാല് അതെന്തായി? മാറി അല്ലെ? അതാണ് എന്ത്? അവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആ കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നല്ല രീതിയിലാണെങ്കിൽ ആ രോഗിക്ക് അവിടെ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്വാളിറ്റിയും ഇഫക്റ്റീവ്നെസ്സും ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇഫക്റ്റീവ്നെസ് ഒന്നുകൂടിയും പറയണോ? ഇഫക്റ്റീവ്നെസ് എന്താണ് മീനിങ്? ഫലപ്രദമായ. ഓക്കെ, ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ഫലപ്രദമായ എന്നാണ്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു, ഒരു രോഗം, ആ രോഗിയുടെ രോഗം എന്താണെന്ന് നിർണയിച്ചു, ഡയഗ്നോസിസ് ചെയ്തു. ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇന്ന രോഗമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
ആ രോഗത്തിന് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. രോഗി വന്നു, ട്രീറ്റ്മെന്റ് അല്ലെ, രോഗി വന്നു, ഡയഗ്നോസിസ് ചെയ്തു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. രോഗം എന്താണെന്ന് നിർണയിച്ചു, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുത്തു. അപ്പൊ എന്താണ് ആ ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുമ്പോ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായ കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, അവിടെ ഹോസ്പിറ്റലിൽ വന്ന രോഗിക്ക് നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെൽത്തിൽ നല്ല നിലവാരത്തോടു കൂടി പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെ ജീവിതം നല്ല നിലവാരത്തോടു കൂടിയിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആ രോഗിയുടെ പോസിറ്റീവ് ചേഞ്ച്, ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന്. പറ്റുമോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ മനസ്സിലായോ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, ഡയഗ്നോസിസ് ചെയ്തു, ഇന്ന രോഗമാണെന്ന് കണ്ടുപിടിച്ചു, ആ രോഗത്തിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലേ. ചിലപ്പോ രോഗം കുറഞ്ഞു വരാം, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു ബെറ്റർ ഹെൽത്ത് ആയിട്ട് മാറി വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ രോഗിയുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡയറിയ വന്ന കുട്ടിക്ക് ORS നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? ORS കൊടുക്കാറില്ലേ? അപ്പൊ എന്താണ് അത് കൊടുത്തു കഴിഞ്ഞാല് ആ രോഗം മാറുന്നുണ്ടല്ലേ. ഓക്കെ, ഇതാണ് ഓക്കെ, അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ആ ORSന്റെ ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം, എക്സ്പാൻഡ് ORS. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. 2 പോയിന്റ് വായിച്ചു കഴിഞ്ഞോ? ജസ്റ്റ് ഒന്ന് വായിച്ചേ. വായിച്ചു കഴിഞ്ഞെങ്കിൽ കമ്പിടണം കേട്ടാ. അടുത്തത് പറയാനുണ്ട്. ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? കാര്യക്ഷമത. ഓക്കെ, വെരി ഗുഡ്. കാര്യക്ഷമത നോക്കിക്കോളൂ. എഫിഷ്യൻസി ഈസ് ദ provision of high quality care at the least possible cost. എന്താ പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? കാര്യക്ഷമതയാണല്ലേ. The provision of high quality care at the least
പോസിബിൾ കോസ്റ്റ്. എന്താ പറയുന്നത്? കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കണം. മനസ്സിലായോ? അതാണ് കാര്യക്ഷമത കൊണ്ട് അർത്ഥമാക്കുന്നത്. കുറഞ്ഞ ചെലവില് നല്ല ഉയർന്ന നിലവാരമുള്ള എന്ത് കൊടുക്കണം? കെയർ കൊടുക്കണം. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചു വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. എഫിഷ്യൻസി എന്താണ്? കുറഞ്ഞ ചെലവില് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള, കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള കെയർ കൊടുക്കാം. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, we are expected to make the best use of resource and our waste of our meager resources. എന്താണ് അവർക്ക് എന്ന് പറഞ്ഞാൽ? എന്താ അവർക്ക്? എന്താ? ഒഴിവാക്കുക. ഓക്കെ, ഒഴിവാക്കുക. ഇനി മീഗർ എന്താ? മീഗർ എന്താ? തുച്ഛമായ. ഓക്കെ, തുച്ഛമായ. വെരി ഗുഡ്. അപ്പോ ഈ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോ എന്താണ്, കുറച്ച് റിസോഴ്സസ്, തുച്ഛമായ റിസോഴ്സുകൾ ഉണ്ടാവുള്ളൂ അല്ലെ ഹോസ്പിറ്റലില്. കുറച്ച് റിസോഴ്സുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വിഭവങ്ങളാണ്, അല്ലെങ്കിൽ തുച്ഛമായ വിഭവങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ അളവിലാണ് റിസോഴ്സുകൾ ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നല്ല ക്വാളിറ്റി കെയർ കൊടുക്കേണ്ടത്. ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ ആ തുച്ഛമായ റിസോഴ്സസുകള് ഉപയോഗിച്ചുകൊണ്ടാവണം എന്ത് കൊടുക്കേണ്ടത്? ക്വാളിറ്റി കെയർ അവിടെ വരുന്ന പേഷ്യൻസിന് നൽകേണ്ടത്. ഓക്കെ ആണോ? ഇനി എങ്ങനെയൊക്കെ വേസ്റ്റ് റിസോഴ്സുകൾ വരാം? We waste resource by prescribing unwanted drugs. എന്താണ്? വേണ്ടാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, ഇനി എന്താണ്? സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഇസ് നീഡഡ്. എന്താണ്? കുറേയധികം സ്റ്റോക്കുകൾ അല്ലെ, കുറേയധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്യുന്നതിലൂടെ. And making them expiry by buying supplies and equipments we do not use. എന്താണ്? നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെ, യൂസ് ചെയ്യാത്ത സപ്ലൈസ് ആയാലും അതുപോലെ തന്നെ എക്വിപ്മെന്റ്സ് ആയാലും വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് വേസ്റ്റ് റിസോഴ്സുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് വേസ്റ്റ് റിസോഴ്സുകൾ ഉണ്ടാകുന്നത്? അവിടെ വരുന്ന അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ഡ്രഗ്സുകള് നമ്മൾ എന്താണ് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെ ആവശ്യമില്ലാത്ത ഡ്രഗ്സുകള് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ എന്താണ് കുറെ അധികം സ്റ്റോക്കുകള് വാങ്ങി അല്ലെങ്കിൽ എന്താണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറെ അധികം സപ്ലൈസ് ആയാലും അതുപോലെ തന്നെ എക്വിപ്മെന്റ്സ് ആയാലും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ എന്താണ് കുറെ നാളിനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ എക്സ്പയറി ഒക്കെ ആവാം അല്ലെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വേസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് കുറെ അധികം വേസ്റ്റ് റിസോഴ്സുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? What happens when we stock more drugs than is needed? എന്താണ് ആവശ്യത്തിലധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ആവശ്യത്തിലധികം ഡ്രഗ്സുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ എന്തൊക്കെയാ സംഭവിക്കുക? ആവശ്യത്തിലധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോ അപ്ഡേറ്റഡ് ആവോ അല്ലെ? ഓക്കെ, എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട് അല്ലെ. എക്സ്പയറി ആവും. കുറെ അധികം മരുന്നുകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ സ്റ്റോർ ചെയ്ത് ആവശ്യത്തിലധികം കൂടുതല് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട്, ലോസ് സംഭവിക്കും. മനസ്സിലായോ? അപ്പോ എഫിഷ്യൻസിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എഫിഷ്യൻസിയിൽ പറഞ്ഞത് എന്താണ്? എഫിഷ്യൻസി is the provision of high quality care at the least possible cost. എന്താണ്? കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള ക്വാളിറ്റിയുള്ള കെയർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി അവിടെ
ഉള്ള റിസോഴ്സുകൾ വളരെ തുച്ഛമായതാണെങ്കിൽ ആ തുച്ഛമായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി വേസ്റ്റ് റിസോഴ്സുകൾ എങ്ങനെ ഉണ്ടാകുന്നു? എങ്ങനെയൊക്കെയാണ്? ആവശ്യമില്ലാത്ത ഡ്രഗ്സുകള് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ എന്താണ് കുറെ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ വേസ്റ്റ് വരാം. അതുപോലെ തന്നെ കുറെ അധികം സപ്ലൈസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വേസ്റ്റ് റിസോഴ്സുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കുറെ അധികം ഡ്രഗ്സുകള് വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ, ആവശ്യത്തിലധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലോസുകൾ ഉണ്ടാവും, എക്സ്പയറി ആയി പോകും, അല്ലെ, ഉപയോഗിക്കാൻ പറ്റാതെയായി പോകുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്താ? വെരി തുടർച്ച, അല്ലെ. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല് തുടർച്ച. Continuity implies that client receives the full range of health services he or she needs, and that when the case is beyond us, we refer him or her to right level for further care. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ നീഡ് അനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ആരോഗ്യ സേവനങ്ങള് ഫുൾ റേഞ്ചിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലയൻസിന് അവരുടെ ആവശ്യമനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഹെൽത്ത് കെയർ സർവീസുകൾ, അല്ലെ, ആരോഗ്യ സേവനങ്ങള് കൊടുക്കാനായിട്ട്. ഇവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ നീഡ് അനുസരിച്ച് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ അവിടെ ചില കേസുകളില് എന്താണ്, ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ നമ്മൾ സീരിയസ് ആയിട്ട് പേഷ്യന്റിനെ കൊണ്ട് ചെല്ലുമ്പോ ഫെസിലിറ്റീസോ കാര്യങ്ങളോ അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? എന്താ ചെയ്യാ? ഒരു ഹോസ്പിറ്റലിലോട്ട് സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങള് ആ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? വെരി ഗുഡ്, റെഫർ ചെയ്യും, അല്ലെ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയും, അല്ലെ. വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി മേ ബി അറ്റൻഡ് ബൈ ദ പേഷ്യന്റ് സീയിങ് ദ സെയിം primary hospital health care worker, or by keeping exact health records so that another staff can have sufficient information to follow up patient. എന്താ പറയുന്നത്? ഇനി ഈ എങ്ങനെയാണ് തുടർച്ച ഉണ്ടാകുന്നത്? നമ്മളിപ്പോ എന്താണ്, എനിക്കൊരു പനി വന്നു. പനി വരുമ്പോൾ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കില്ലേ പോകുന്നത്, അല്ലെങ്കിൽ പനി വരുമ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലില്, ജലദോഷം വരുമ്പോ വേറെ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ എന്താണ് വയറിളക്കം വരുമ്പോ വേറെ ഹോസ്പിറ്റല്. അങ്ങനെയാണോ നമ്മൾ പോവാറ്? അല്ലല്ലേ? അങ്ങനെയാണോ? പോകുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ല. ഓക്കെ. അപ്പൊ എന്താണ്, എന്ത് വന്നാലും, പനി വന്നാലും, അതുപോലെ വയറിളക്കം വന്നാലും, ചുമ വന്നാലും, അല്ലെ, വയറുവേദന വന്നാലും നമ്മൾ പോകുന്നത് നമ്മൾ കാണിച്ച ഡോക്ടറല്ലേ, അല്ലെ? അല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്കൊരു ഫീൽ കിട്ടില്ല, അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ നമുക്ക്? ഒരേ ഹോസ്പിറ്റലായിരിക്കും പോകുന്നത്, അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അല്ലെ? ചിലപ്പോ എന്താണ്, ഇന്ന ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ രോഗം മാറാത്തത് എന്ന് വിചാരിക്കാറില്ലേ നമ്മള്? പല പല ഹോസ്പിറ്റലിൽ പോയാല്, അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പോ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഒരു രോഗി പോകുന്നതെങ്കിൽ, എന്ത് രോഗം വന്നാലും സെയിം ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ ഉണ്ടാവില്ലേ? ആദ്യം മുതൽ ചികിത്സിച്ച എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ നിന്ന് കിട്ടും, അല്ലെ? കിട്ടോ? കിട്ടും, അല്ലെ? എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ്, സെയിം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആദ്യം മുതൽ ചികിത്സിച്ച രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരു നേഴ്സ് ഡേ ഡ്യൂട്ടി ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു ഡേ ഡ്യൂട്ടി ആയിരുന്നു, അവര് മാറി
നൈറ്റ് വരുമ്പോ വേറെ നേഴ്സ് വരുമല്ലോ, വരാറുണ്ടോ? ഷിഫ്റ്റ് ചേഞ്ച് ആവാറില്ലേ? അപ്പൊ എന്താണ്, ഈ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടർച്ചാലെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലേ? ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് ആ നേഴ്സ് ഏതാണ് മരുന്നൊക്കെ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ നൈറ്റിലേക്ക് ഏതൊക്കെ ഇഞ്ചക്ഷൻ വെക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്ന് ആ റെക്കോർഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ പേഴ്സൺസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ മാറിയാലും ഈ റെക്കോർഡ് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? കണ്ടിന്യൂറ്റി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ 2 പോയിന്റും, എഫിഷ്യൻസിയും കണ്ടിന്യൂറ്റിയും ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് 7th കമ്പോണന്റ് ആണ് സേഫ്റ്റി. സേഫ്റ്റി എന്താ നമുക്കറിയാം അല്ലെ? സുരക്ഷ അല്ലെ? സുരക്ഷ. Safety implies that when providing health services, we reduce to barest minimum injuries, infections, harmful after effect, and other dangerous to clients to staffs. എന്താ പറയുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെ, അവരുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് കൊടുക്കുമ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിനായാലും സ്റ്റാഫിനായാലും സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ? ഇങ്ങനെ സേഫ്റ്റി സുരക്ഷ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അവിടെ വരുന്ന പേഷ്യൻസിനായാലും സുരക്ഷ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത്? മിനിമം ഇൻജുറീസ് അല്ലെ, ഇൻജുറീസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും ഇല്ലേ? സേഫ്റ്റി സുരക്ഷ പ്രൊവൈഡ് ചെയ്യുമ്പോ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലേ? അതുപോലെ തന്നെ എന്താണ് ഹാർംഫുൾ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെ, സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പല അപകടകരമായിട്ടുള്ള അല്ലെ അപകട സാധ്യതകളൊന്നും ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനായാലും സ്റ്റാഫിനായാലും നമ്മള് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഹോസ്പിറ്റലുകാര് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, സൈഡ് എഫക്ട്സ് ഹാർംഫുൾ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും, പലതരത്തിലുള്ള
അപകട സാധ്യതകള് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. With providing quality care, we should not put the patient's life at risk. ഇങ്ങനെ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോ കൊടുക്കുമ്പോ എന്താണ് പേഷ്യൻസിന്റെ ലൈഫില് റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. സുരക്ഷകള് അവിടെ വരുന്ന പേഷ്യൻസിന് സുരക്ഷ ഉറപ്പുവരുത്തുമ്പോ എന്താണ് അവരുടെ ലൈഫില് പേഷ്യൻസിന്റെ ലൈഫില് എന്താണ് റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ. For example, we should not give insecure blood to patient and thereby infect them with HIV or AIDS. അല്ലെ എന്താണ് HIV എങ്ങനെയാ വരുന്നത്? ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് പേഷ്യൻസിന് കൊടുക്കുമ്പോ ആണോ? എങ്ങനെയാണോ HIV വരുന്നത്? അല്ലെ ഇൻസെക്യൂർ ആയിട്ടുള്ള സെക്യൂർ അല്ലാത്ത സുരക്ഷ ഇല്ലാത്ത ബ്ലഡ് കയറ്റുമ്പോഴാണ് അല്ലെ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് HIV വരുന്നത്. അപ്പോ അങ്ങനെയുള്ള സേഫ്റ്റികള് നല്ല രീതിയിലുള്ള സേഫ്റ്റി ഉറപ്പുവരുത്തണം. ആർക്കൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനും നല്ല രീതിയിലൊരു സുരക്ഷ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും? ഇൻജുറീസ് കുറയ്ക്കാം, സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല, അതുപോലെ പല അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇതൊക്കെയാണ് സേഫ്റ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാല് എന്താണ്? വ്യക്തിബന്ധങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. വ്യക്തിബന്ധങ്ങൾ. It refers to the relationship between us and our clients and communities, between health managers and their staff. ആരൊക്കെ തമ്മിലാണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസ്. അസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്നാണ് കേട്ടോ. അസ് സ്ഥാപനവും അവിടെ വരുന്ന ക്ലയൻസ്, പേഷ്യൻസ്, അതുപോലെ അവിടെയുള്ള ഹെൽത്ത് മാനേജേഴ്സ് ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവരൊക്കെ തമ്മില് നല്ല രീതിയിലുള്ളൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. We should show respect to our clients. ക്ലയൻസിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? റെസ്പെക്റ്റോട് കൂടിയിട്ടല്ലേ, റെസ്പെക്റ്റ് ആയിട്ട് അവിടെ വരുന്ന പേഷ്യൻസിനോട് നമ്മള് റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണം പെരുമാറാനായിട്ട്. ഇനി ഫീൽ ഫോർ അവർ പേഷ്യന്റ്, അവിടെ എന്താണ് ഫീലിങ്സ് മനസ്സിലാക്കാം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എന്താണ്? നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. എന്താണ് ചെയ്യേണ്ടത്? അവരോട് റൂഡായിട്ട് പെരുമാറാൻ പറ്റുമോ? അല്ലല്ലേ, റൂഡായിട്ട് പെരുമാറാൻ പാടില്ല. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരോക്ഷമായിട്ട് അല്ലെ ആണോ? ഷൗട്ട് ചെയ്ത് അല്ലെ, ഷൗട്ട് ചെയ്തിട്ട് പെരുമാറാൻ പാടില്ല, അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പെരുമാറാൻ പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ we get from patients to other people. എന്താണ് അങ്ങനെ പറഞ്ഞാല്? നോട്ട് റിവീൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? നോട്ട് റിവീൽ ഇൻഫർമേഷൻ എന്തായിരിക്കാം മീനിങ്? ഡാറ്റാസ് കൈമാറരുത് അല്ലെ. തന്നെ പേഷ്യൻസിന് എന്താണ് മറ്റുള്ളവരോട് അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും പേഷ്യൻസിന്. അപ്പൊ അതൊന്നും മറ്റൊരാളോട് പറയാനായിട്ട് പാടില്ല. അതാണ് നോട്ട് റിവീൽ ഇൻഫർമേഷൻ we get from patient to another people. മനസ്സിലായോ? അപ്പോ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽസും അവിടെ വരുന്ന ക്ലയൻസും അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് മാനേജേഴ്സും സ്റ്റാഫും അല്ലെ, ഇവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ അവിടെ വരുന്ന സ്റ്റാഫിനോട് ക്ലയൻസിനോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുക. അതുപോലെ തന്നെ
അവിടെ വരുന്ന പേഷ്യൻസിനോട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി പെരുമാറാം. റൂഡായിട്ട് പരോക്ഷമായിട്ട് അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല. അതുപോലെ അവരുടെ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ഉണ്ടാവും, പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയാതെ അതൊക്കെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താണ്? This will give rise to good relations and trust between the clients or communities and us. Clients regard good interpersonal relationship as an important feature of quality of care. എന്താ പറയുന്നത്? ഇങ്ങനെ മേൽപ്പറഞ്ഞ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടേക്ക് പേഷ്യൻസിന് വരാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അല്ലെ? നല്ല രീതിയിൽ പെരുമാറുന്നത്, അതുപോലെ അല്ലെ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റല്, നല്ല രീതിയിൽ പെരുമാറുക, നല്ല ബിഹേവിയർ ആയിട്ട് പെരുമാറുക, അവരെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെ പേഷ്യൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാനായിട്ട് പേഷ്യൻസിന് താല്പര്യം ഉണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നല്ലൊരു വിശ്വാസം ആ ഹോസ്പിറ്റലിനോട് നല്ലൊരു വിശ്വാസം തോന്നാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി എന്താണ്? ക്ലയന്റ്സ് റിഗാർഡ് the good interpersonal relationship as the important feature of quality of care. നമുക്കൊരു എന്താണ് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണെന്നാണ് പറയുന്നത്. പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഇത് ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പില് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് വൺ ആണ് എമ്യൂണിറ്റീസ്. എമ്യൂണിറ്റീസ് എന്താ? വെരി ഗുഡ്. സൗകര്യങ്ങൾ അല്ലെ, ഫെസിലിറ്റി. ഓക്കെ, ഫെസിലിറ്റീസ് എന്ന് പറയൂ കേട്ടോ. ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ. These are features that can be given by our health facilities to make life smooth and pleasant for clients. എന്താണ്? നല്ല സൗകര്യങ്ങളുള്ള നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ലൈഫ് സുഖമാകാനും സുഖകരമാക്കാനും അല്ലെ പ്രസന്റ് ആക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. They contribute to clients contentment. എന്താണ് contentment? എന്താ മീനിങ് contentment? contentment എന്താ? നമ്മള് മാർക്കറ്റിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? clients contentment. വെരി ഗുഡ്. സംതൃപ്തി അല്ലേ, സാറ്റിസ്ഫാക്ഷൻ. ഓർമ്മയുണ്ടോ പറഞ്ഞത്? പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആ വാക്ക്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, സംതൃപ്തി കിട്ടുന്നുണ്ട്. ആൻഡ് മേക്ക് ക്ലയന്റ്സ് റെഡി ടു യൂസ് അവർ സർവീസ്. അവരുടെ സർവീസ് യൂസ് ചെയ്യാനായിട്ട് പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? സംതൃപ്തി. ആ ഹോസ്പിറ്റലില് നമ്മള് സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലില് പേഷ്യൻസിന് സർവീസ് കൊടുക്കുമ്പോൾ അതിൽ അവർ സംതൃപ്തരാണെങ്കിൽ പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോകൂലേ? പോവോ? നല്ല രീതിയിൽ ക്വാളിറ്റി സർവീസ് ആണ്, അതിൽ നമ്മൾ സംതൃപ്തരാണെങ്കിൽ നമ്മൾ പിന്നെയും ആ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സേവനങ്ങള് തരാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവാറില്ലേ? പോകും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സംതൃപ്തി ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ക്ലയൻസിന് അവിടെ വരുമ്പോ അവര് കൊടുക്കുന്ന സർവീസിൽ അവർക്ക് സംതൃപ്തരാണെങ്കിൽ പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് അവര് തയ്യാറാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, കംഫർട്ടബിൾ സീറ്റ്സ്, ടെലിവിഷൻ സീറ്റ്സ്, അതുപോലെ മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, educative video films, etc.
അത് OPD ആൻഡ് വാർഡ് അല്ലെ. നമ്മൾ അവിടെ പോകുമ്പോ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകള്, ടെലിവിഷൻ അല്ലെ, TV ഒക്കെ കാണാറില്ലേ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ. അതുപോലെ പല വീഡിയോസ് അല്ലെ, എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, മ്യൂസിക്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ പല ആർട്ടിക്കിൾസ് അല്ലെ വായിക്കാനായിട്ടൊക്കെ ഉണ്ടാവാറില്ലേ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പിന്നെയും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് ഇടവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഇമ്മ്യൂണിറ്റീസിൽ പറയുന്നത്. ഓക്കെ ആണോ? ടീച്ചർ വരൂ കേട്ടോ, നെക്സ്റ്റ് അവർ ആണ്. വായിച്ചു നോക്കിയേ, 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടി മിസ് പറയാം. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ആരൊക്കെയായിട്ട് നമ്മൾ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നാ പറയുന്നത്? സ്ഥാപനം, ഹോസ്പിറ്റലായിട്ട്, ക്ലയൻസ് ആയിട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് മാനേജേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, ഇതൊക്കെ ആയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അവിടെ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറണം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് പറയാം, പറഞ്ഞു വരട്ടെ മിസ്. ഇനി എന്താണ്, നല്ലൊരു ഫീലിംഗ് അല്ലെ, അവരുടെ ഫീലിംഗ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ്, റൂഡായിട്ട് പെരുമാറാൻ പാടില്ല. പല ഇൻഫർമേഷൻസും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം, പുറത്ത് പറയാതെ സൂക്ഷിക്കണം. പിന്നെ എന്താണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, പേഷ്യൻസിന് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരിലേക്ക്, ആ ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു വിശ്വാസം തോന്നാനായിട്ടും ഇടവരുന്നുണ്ട്. പിന്നെന്താണ്, നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയൊന്ന്. എമ്യൂണിറ്റീസ് പറയണോ? എമ്യൂണിറ്റീസ് ഒന്നും കൂടി പറയാം. എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൗകര്യങ്ങൾ അല്ലെ, ഫെസിലിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ക്വാളിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും പ്ലസന്റ് ആയിട്ട് കൊണ്ടുപോകാനും അല്ലെ, സുഖകരമാക്കാനായിട്ടും ഇടവരുന്നുണ്ട്. അങ്ങനെ നല്ല സൗകര്യങ്ങളോടുകൂടി പോകുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് അവിടെ കൊടുക്കുന്ന സർവീസിൽ അവര് സംതൃപ്തരായിരിക്കില്ലേ? ആയിരിക്കോ? ആണോ? അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല സംതൃപ്തരായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് അവര് ഇടവരുന്നില്ലേ അല്ലെ? അതിന്റെ സേവനം നൽകാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട് അവർ തൃപ്തരായിരിക്കില്ലേ? ആണോ? അങ്ങനെയാണോ?
അല്ലെ നല്ല രീതിയിൽ നല്ല സൗകര്യങ്ങള് സേവനങ്ങൾ നൽകുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് സംതൃപ്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇടവരുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സുകള്, ടെലിവിഷൻ നമുക്ക് അല്ലെ TV ഒക്കെ അവിടെ വെച്ച് തരാറുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാല്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, പല ആർട്ടിക്കിൾസ് അല്ലെ, പിന്നെ മ്യൂസിക്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഫിലിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ OPD യിലായാലും വാർഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റില്ലേ. അതാണ് എമ്യൂണിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? എമ്യൂണിറ്റീസ് ഇത്രയും വരെ ഇന്ന് മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ക്ലിയർ ആണോ? ഓക്കെ, വായിച്ച് പഠിക്കാട്ടോ. ഞാൻ ഒന്നും കൂടി പറയണേണ്, എടുക്കുന്ന ഭാഗങ്ങള് അപ്പൊ തന്നെ പഠിച്ചോളണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. ഇനി അങ്ങോട്ട് പോകും തോറും ഫോർമുലാസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എക്സാം പോർഷൻസ് തീരുമ്പോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പോർഷൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.